ഹലോ ഗെയ്സ്, ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മുരിങ്ങയ്ക്കയും മാങ്ങയും ചക്കക്കുരുവും ഇട്ടൊരു കറി വയ്ക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും ചക്കക്കുരു ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്തോ ചെയ്യാം, നല്ല മുരിങ്ങയ്ക്ക, അതായത് നമ്മളെ വീട്ടിലുണ്ടായ മുരിങ്ങയ്ക്ക, നാടൻ മുരിങ്ങയ്ക്ക. അപ്പം ആ മുരിങ്ങയ്ക്കയൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് എടുക്കുക ചെറുതായിട്ട്. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് ഈ ചക്കക്കുരുവൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ചക്കക്കുരു മാങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക അതിനകത്തേക്ക് ചേർക്കുക. ഈ കറി വളരെ ടേസ്റ്റാണ് ചോറൊക്കെ കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ നിങ്ങൾ മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, കമൻസ് എല്ലാം തരണം. അപ്പം നമുക്കിതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില, ഇത്രയും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഇത് നമുക്ക് മുരിങ്ങയ്ക്കയിലും അതിനകത്തേക്ക് ചേർക്കാം. നന്നായി അത് ചേർത്തിട്ട് ആവശ്യത്തിന് ശകലവും കൂടെ അതൊക്കെ കഴുകി വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് ആ ചക്കക്കുരുവൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പം ചക്കക്കുരുവൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എന്ത് ചേർക്കാം, ഉപ്പ്, ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർക്കാം. അപ്പം ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം, നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും അതിൽ ചേർത്തിട്ട്, ഉപ്പ് സ്വല്പമേ ചേർക്കാമോ, ഒരുപാടാവരുത്. പിന്നെ വേണമെങ്കിൽ ചേർക്കാം, എന്നാൽ അതാണ് ബാലൻസ് ചെയ്യുന്നത്. അത്യാവശ്യം ഉപ്പേ അതിന് ഇടാമോ. അപ്പോൾ നല്ല പുളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിയിൽ. അപ്പോൾ അതൊന്ന് തിള വരട്ടെ. നല്ല രീതിയിലൊന്ന് തിളച്ച് എല്ലാം ഒന്ന് വെന്ത് മുരിങ്ങയ്ക്കയുടെയും ചക്കക്കുരുവിൻ്റെയും മാങ്ങയുടെയൊക്കെ ടേസ്റ്റ് ആ അരപ്പിലൊക്കെ ഒന്ന് പിടിച്ച് വന്ന് ആ കുറുകി വന്ന സമയത്ത് നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് ചെറിയൊരു അലൂമിനിയം ചട്ടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് താളിക്കാനായിട്ട് കടുകും കൊച്ചുള്ളിയും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഇത്രയുമാണ് അത്യാവശ്യം. അപ്പോൾ അതിന് വേണ്ടി ആദ്യമായിട്ട് നമുക്ക് കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചേർക്കാം, ബാക്കി ഇൻഗ്രീഡിയൻസായ നമ്മളെ ഇതൊക്കെ വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർക്കാം. ഓക്കെ, എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ച് വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ഈ തിളച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് തൊട്ടൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അത് എത്തും. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ബൈ.